الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فعن أبي أمامة الباهلي رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا، وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا، وببيت في أعلى الجنة لمن حسن خلقه. رواه الإمام أبو داود. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റമളാനിന്റെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും ഇരപകലുകളൊക്കെയും നമുക്ക് അല്ലാഹു ഖൈറ് വർദ്ധിതമായ സമയങ്ങളാക്കി തരട്ടെ. നന്മയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സ്വർഗവാതിലുകളിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളെയാണ് ഇന്ന് കേൾപ്പിച്ച ഹദീസിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അബൂ ഉമാമത്ത് തങ്ങളിലൂടെ ഉദ്ധൃതമായ തിരുവചനം, അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു: അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന. സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് നൽകാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖാ. സത്യമുണ്ടായിട്ടും സത്യം തന്റെ കൈവശമായിട്ടും തർക്കിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നയാള്, അയാൾക്ക് സ്വർഗത്തിന്റെ താഴെ ഭാഗത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് പറയുന്നു. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് നൽകാമെന്ന് ഉറപ്പ് പറയുന്നു. ലിമൻ തറക്കൽ കദിബ. കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക്. വഇൻ കാന മാസിഹൻ. തമാശക്കാണെങ്കിൽ പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്ന, സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആൾക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാൻ വീട് നൽകാമെന്ന് ഉറപ്പ് തരുന്നു. സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത്, ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ഒരു വീട് നൽകാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ലിമൻ ഹസുന ഖുലുഖുഹു. സ്വഭാവം നന്നാക്കുന്ന ആളുകൾക്ക്. അപ്പോ സത്യം കൈവശം ഉണ്ടായിട്ടും തർക്കിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നതും, തമാശക്കാണെങ്കിൽ പോലും കളവ് പറയാതിരിക്കുന്നതും, സ്വഭാവം മറ്റെല്ലാ വിഷയത്തിലും ഇടപഴക്കത്തിലും പെരുമാറ്റത്തിലുമൊക്കെ സ്വഭാവം നന്നാക്കുകയും ചെയ്യുക എന്നുള്ളതും, ഈ 3 കാര്യങ്ങൾ നമുക്ക് മുമ്പിലെ സ്വർഗ കവാടങ്ങളാണ്, സ്വർഗവാതിലുകളാണ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ഗുണവിശേഷണങ്ങൾ വേണോ? അപ്പൊ തർക്കം ഒഴിവാക്കുക. നമ്മൾ പണ്ടേ കേൾക്കലുണ്ട്, തർക്കത്തിന് ബർക്കത്തില്ല. അത് വെറുതെ പറയല്ല, തർക്കം നമ്മൾ ഉപേക്ഷിക്കണം. പവിത്രമായ ഒരു പുണ്യകർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ വ്യക്തമായി പറഞ്ഞു: ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഒരാള് ഹജ്ജിന് ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ ചിന്തിക്കണം, അവിടെ ഒഴിവാക്ക് പറയലില്ല, അവിടെ തമ്മാടിത്തരം കാണിക്കലില്ല, തോന്നിവാസം ചെയ്യലില്ല, വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിന് തർക്കിക്കലില്ല. ആ തർക്കിക്കലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മക്കയുടെ ഹറമിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഷോപ്പുകളിൽ ചെന്ന് സാധനം മേടിക്കാൻ കയറിയാൽ ആ സാധനത്തിന്റെ വില പറയുമ്പോൾ നമ്മൾ എന്തല്ലോ പരമാവധി പേശിയല്ല, വില പേശിയാന്ന് പറയുന്നത് എന്താ, ബാർഗിൻ ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ കച്ചവടക്കാർ പറയും, പ്രത്യേകിച്ച് സൂചിപ്പിക്കും, ഹജ്ജാണ്, ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കാനുള്ളതല്ല എന്ന് പറയും. മുടിയെടുക്കുന്നിടത്തിൽ തന്നെ പിന്നെ ബാർബർ ഷോപ്പിലേക്ക് കയറുമ്പോ ഇവിടെ എത്ര റിയാലാണ്, അവിടെ എത്ര റിയാലാണ്, റിയാല് കുറഞ്ഞെടുത്തിൽ പോകും. അപ്പൊ ഇങ്ങനത്തൊക്കെ വിഷയം വരുമ്പോ അവര് പറയും, ഇതൊന്നും തർക്കിക്കാനുള്ളതല്ല, കാശ് എത്രയെന്ന് ചോദിച്ചിട്ട് കയറേണ്ടതല്ല. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകമായിട്ടുള്ള ക്വാളിറ്റി, ഹജ്ജിന്റെ ക്വാളിറ്റി. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ നമ്മൾ തർക്കം കൂടാൻ നിൽക്കാൻ പാടില്ല. ചില ആളുകൾ പറയും, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട്, പറഞ്ഞ സമ്മതിക്കില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ, നിന്റെ മുയലിന് 3 കൊമ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം.
അതേ സമയത്ത് തർക്കിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, ഇല്ല എന്നല്ല. ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രബോധനം ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് കാണാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന എന്ന് പറഞ്ഞിട്ട് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് തർക്കം കൂടണം എന്ന് പറഞ്ഞാൽ ഈ സത്യ ആശയത്തെ അവർക്ക് ധൈര്യപ്പെടുത്തി കൊടുക്കാൻ, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ലക്ഷ്യത്തോടുകൂടെ സമർത്ഥിച്ചു കൊടുക്കാൻ ചിലപ്പോൾ അവന്റെ വാദത്തെ ഗണ്ണിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. ആ തർക്കം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതും ആവശ്യമുള്ളതും ആണ് എന്നുകൂടി മനസ്സിലാക്കണം. രണ്ടാമതൊരു വിഷയമാണ് കളവ് പറയുന്നത്. നമുക്ക് പലപ്പോഴും വരുന്നൊരു വിഷയമാണ്. ഭൗതിക ലോകത്തെ ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടി, ചെറിയ നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വലിയ കളവുകൾ തന്നെ നമ്മൾ എന്താക്കും, പറയും. പക്ഷെ കളവിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കളവ് പറഞ്ഞാൽ ആ കളവ് അടക്കാൻ വേണ്ടി 1000 കളവ് പിന്നാലെ പറയേണ്ടി വരും. അപ്പൊ കളവ് പെരുക്കും. അതുകൊണ്ടാണ് തിരുദൂതർ പറഞ്ഞത്, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. ഈ കളവ് പറയാന്നുള്ളത് എന്ത് തോന്നിവാസവും തമ്മാടിത്തരവും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും, അതിലേക്ക് എത്തിക്കും. ഈ തമ്മാടിത്തരം ചെയ്യുക എന്നുള്ളത് നരകത്തിലേക്കും നമ്മളെ എത്തിക്കും. അപ്പൊ കളവ് നരകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് തമാശക്കാണെങ്കിൽ പോലും കളവ് പറയുന്നത് ഉപേക്ഷിച്ചാൽ അവർക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് നൽകാം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പ് നൽകി. മൂന്നാമത്തതാണ് സൽ സ്വഭാവം. നല്ല സ്വഭാവം എന്ന് വെച്ചാൽ എന്താ? നന്മ എന്തെല്ലാം ഉണ്ട്, നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ, പെരുമാറ്റത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ ഈ നല്ലതിനെ മാത്രം പുൽകുകയും നല്ലതല്ലാത്തതെല്ലാം വെടിയുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ. ആ സൽസ്വഭാവത്തെ നാം മുറുകെ പിടിക്കണം. സൽസ്വഭാവം ഈമാൻ പൂർണ്ണമായി എന്നതിന്റെ അടയാളം കൂടിയാണ്. അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖാ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ ഏറ്റവും സമ്പൂർണമായവർ, അവർ സ്വഭാവം കൊണ്ടും അവർ നല്ലവരായിരിക്കും. അപ്പൊ സ്വഭാവം നല്ലതാണോ എന്ന അവരുടെ ഈമാനും അതുപോലെ തന്നെ എന്താണ്, സമ്പൂർണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, നാളെ മഹ്ശറിൽ വരുമ്പോൾ നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മീസാൻ. ആ മീസാനിന് 2 തട്ടുകളുണ്ട്. ഒരു തട്ടിൽ നന്മയും മറ്റേ തട്ടിൽ തിന്മയും ഇട്ടിട്ടാണ് തൂക്കപ്പെടുക. ഏതിനാണോ തൂക്കം കൂടുതൽ അതിനനുസരിച്ചായിരിക്കും അവന്റെ പരലോക ജീവിതാവസ്ഥകളൊക്കെയും. നന്മ മുൻതൂക്കമായി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്കൊക്കെയും നന്മ മുൻതൂക്കമാക്കി തരട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിന് നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയുടെ ഭാഗമാണ് നാളെ മീസാനിൽ കനം കൂടുതൽ തൂങ്ങുന്ന ഒരു പുണ്യകർമ്മം അത് സൽസ്വഭാവത്തെക്കാൾ വലിയതായിട്ട് വേറൊന്നുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വർഗത്തിന്റെ വാതിലുകളാണ് തർക്കം ഉപേക്ഷിക്കുക, സ്വർഗത്തിന്റെ വാതിലാണ് കളവ് പറയൽ, തമാശക്കാണെങ്കിൽ പോലും ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലാണ് നമ്മുടെ സൽസ്വഭാവം. ഇത് 3 മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെയും ഞങ്ങളുടെ സ്വഭാവങ്ങളെയും നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ പ്രവർത്തികളെയും നീ നന്നാക്കി തരണം റഹ്മാൻ. നിന്റെ അടുക്കൽ ഖബൂലുള്ള അമലുകളും നിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ആളുകളുമായി ഞങ്ങളെയും ഞങ്ങളുടെ കർമ്മങ്ങളെയും നീ മാറ്റിത്തരണം റഹ്മാനേ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.